നല്ല കണ്ടൻസ് കൂടുതലുണ്ട്. നല്ല ഒരു ടോപ്പിക് എടുത്താൽ അതിനകത്ത് എക്സാമിനോട് എല്ലാ കണ്ടൻസും അല്ല, നമുക്ക് വേറെ നോക്കേണ്ടി ഒന്നും വരില്ല. പിന്നെ ഒരുപാട് എക്സാംസ് അത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. അതിൽ ഇങ്ങനെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണം എന്നുള്ളൊരു മോട്ടീവും ഉണ്ട്. അപ്പോൾ അത് ചെയ്യുന്തോറും എക്സാമിനുള്ള ചിന്തിച്ചിരിക്കാനുള്ള സമയം കുറയും. പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ പരമാവധി നോട്ട്സ് ഒക്കെ ഇടുക, നമ്മൾ തന്നെ എഴുതി പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. എന്നിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ എപ്പോഴും ഇടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നോട്ട്സ് തന്നെ പ്രിപ്പയർ ചെയ്യാം. സക്സസ് എന്ന വാക്കിനരികിൽ സ്വർണ്ണലിപികളിൽ എഴുതേണ്ട വാക്കാണ് ഹാർഡ് വർക്ക്. ഹാർഡ് വർക്കിനെ കൈപിടിച്ച് കേരള ബാങ്ക് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ സഹകാരിയുടെ കൂട്ടുകാരെ തേടിയുള്ള നമ്മുടെ യാത്ര ഇന്നെത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള അഞ്ജനയുടെ വീട്ടിലാണ്. അഞ്ജന കേരള ബാങ്ക് പരീക്ഷയിൽ 29ാം റാങ്ക്, വളരെ മികച്ചൊരു വിജയമാണ്. 29ാം റാങ്ക് എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. ആ അച്ചീവ്മെൻറ്റ് നേടി അഞ്ജനയുടെ അടുത്താണ്. അഞ്ജന, നമസ്കാരം. ഓക്കെ, ആദ്യം തന്നെ ചോദിക്കട്ടെ, നമുക്കതൊരു വിജയ നിമിഷമാണ് അല്ലേ? ഒരു കുറേ നാളത്തെ ഹാർഡ് വർക്ക്, അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കഠിന പ്രയത്നത്തിൻ്റെ ഫലമാണ്, ചുമ്മാതെ കിട്ടില്ല അല്ലേ 29ാം റാങ്ക് എന്ന് പറയുന്നത്. ഈ വിജയത്തിൽ എത്ര മധുരം? വളരെ സന്തോഷമുണ്ട്. PSCയുടെ ഇപ്പോൾ എല്ലാം നോക്കുമ്പോൾ റിസൾട്ട്സ് ഒക്കെ നോക്കുമ്പോൾ എല്ലാം ഇവിടെ അടുത്തുള്ളവരൊക്കെ ഒരുപാട് പേര് റാങ്ക് ലിസ്റ്റ് പെട്ടവരാണ്. നമുക്കും അങ്ങനെ കയറണം എന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. മെയിൻ ലിസ്റ്റ് കയറണം, അഡ്വൈസ് വാങ്ങിക്കുന്നതൊക്കെ അതുപോലെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. എല്ലാരും റീൽസിലൊക്കെ കണ്ട് കൊതിക്കുന്ന ഒരു കാര്യം. ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ തുറന്നാലും ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നമുക്ക് ഹാർഡ് വർക്ക് ചെയ്ത് അത് അച്ചീവ് ചെയ്യണമെന്നൊരു ആഗ്രഹം കിട്ടിയപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട്. കിട്ടിയ സമയത്ത് ആദ്യം ആരോടാണ് പറഞ്ഞത്? ആദ്യം പറഞ്ഞത് ഹസ്ബൻഡിനോടാണ്. കാരണം ആള് ഫുൾ സപ്പോർട്ടായിരുന്നു. എന്ത് പറഞ്ഞാലും ഇതിന് വേണ്ടിട്ട് എന്ത് പറഞ്ഞു, പഠിക്കുന്ന കാര്യത്തിന് എന്ത് പറഞ്ഞാലും ഫുൾ സപ്പോർട്ടാണ്. ആ സപ്പോർട്ടിന്റെ കൂടെ ഒരു ബലമാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. കേരളത്തിൽ തന്നെ 29ാമത്തെ റാങ്ക്. ആളോട് പറയുന്നത് എന്റെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള. ഓക്കെ, ഇപ്പം സഹകാരി റൈസ് ക്ലാസ്സിലേക്ക് വരുന്നത് എങ്ങനെയാണെന്നൊന്ന്? ഞാൻ പണ്ടോട്ടേ യൂട്യൂബ്സിൽ സഹകാരി ക്ലാസ് കാണാറുണ്ട്. CSCBക്ക് ആദ്യം ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോൾ തന്നെ യൂട്യൂബിന്റെ ഷോർട്ട് വീഡിയോസ് ഒക്കെ കാണാറായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ഓഫ്ലൈൻ ബാച്ചിലുണ്ടായിരുന്നു. പിന്നെ കേരള ബാങ്കിന് സെപ്പറേറ്റ് കോച്ചിങ് എടുക്കണം എന്ന് വെച്ചപ്പോൾ തന്നെ സഹകാരിയിൽ ചേർന്നു തന്നെയായിരുന്നു. അതൊരു നല്ല തീരുമാനമായിരുന്നു. അതൊരു നല്ലൊരു ഡിസിഷൻ ആയിരുന്നു. നമ്മുടെ സ്ട്രാറ്റജീസിൽ എന്താണ് എഫക്റ്റീവ് ആയിട്ട്? നല്ല കണ്ടൻസ് കൂടുതലുണ്ട്. നല്ല ഒരു ടോപ്പിക് എടുത്താൽ അതിനകത്ത് എക്സാമിനോട് എല്ലാ കണ്ടൻസും അല്ല, നമുക്ക് വേറെ നോക്കേണ്ടി ഒന്നും വരില്ല. പിന്നെ ഒരുപാട് എക്സാംസ് അത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. അതിലിങ്ങനെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണം എന്നുള്ളൊരു മോട്ടീവും ഉണ്ട്. അപ്പോൾ അത് ചെയ്യുന്തോറും നമുക്ക് എക്സാമിനുള്ള ചിന്തിച്ചിരിക്കാനുള്ള സമയം കുറയും. പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ കണ്ടൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നല്ല കണ്ടൻസ് ആണ്. IT ഒക്കെ എനിക്ക് ഒട്ടും കിട്ടാത്തൊരു മേഖലയായിരുന്നു. അത് വളരെ ഒരു എന്തായാലും ഒരു 5 to 6 മാർക്കെങ്കിലും അതിൽ സ്കോർ ചെയ്യാൻ പറ്റി. ഓക്കെ, IT. അപ്പം ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്തൊരു ചോദ്യം കൊണ്ട് ചോദിക്കും. നമുക്കൊരു എല്ലാ ആളുകൾക്കും ഒരു പോയിന്റിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇതിൽ സ്ട്രോങ് ഏരിയ അല്ലായിരിക്കും. അപ്പോൾ ആ സ്ട്രോങ് ഏരിയ അല്ലാത്ത സ്ഥലങ്ങളിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്? നമ്മൾ പരമാവധി നോട്ട്സ് ഒക്കെ ഇടുക, നമ്മൾ തന്നെ എഴുതി പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. എന്നിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ എപ്പോഴും ഇടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നോട്ട്സ് തന്നെ പ്രിപ്പയർ ചെയ്യുക, നമ്മുടേതായ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുക. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നോട്ട്സ് തന്നെ എഴുതി വെക്കുമ്പോൾ അത് ഒന്നുകൂടെ മൈൻഡിൽ ഇരിക്കും. നമ്മുടെ രീതിക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അത് എന്തായാലും ഓർത്തെടുക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ ഒരു രീതിയാണ് അഞ്ജന കൂടുതലായിട്ടും. ശരി, ഓക്കെ. ഒരു ചോദ്യം കൂടെ, എങ്ങനെയാണ് നമുക്കിപ്പം ഒരു സക്സസ്സിലോട്ട് എത്തി നിൽക്കുമ്പോഴാണ് നമ്മൾ എല്ലാവരോടും നന്ദി പറയും, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുകയും ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ചിങ് മോമെൻറ്റ് ഇതാണ്, അല്ലെങ്കിൽ ഇന്ന ഒരാളാണ് എൻ്റെ ഒരു സക്സസ്സിന് കാരണം എന്ന് പറഞ്ഞ് നമ്മൾ ആർക്കെങ്കിലും ഒക്കെ ഈ വിജയത്തെ ഡെഡിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർക്കാണ്? അത് ഫസ്റ്റ് ഹസ്ബൻഡ്, അത് കഴിഞ്ഞ് പഠിപ്പിച്ച സാറുമാര്, അവരോട്. പിന്നെ വീട്ടുകാരെല്ലാം സപ്പോർട്ടാണ്, അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്, നന്ദിയുണ്ട്. എല്ലാവരുടെ ഒരു കൂട്ടായ പ്രയത്നത്തിലാണ്. എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയാം, പഠിക്കാനൊക്കെ പിന്നെ വേറെ ഒന്നും എനിക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. അതിനുള്ളൊരു സ്പേസ് കിട്ടുക എന്നുള്ളതാണ്.
ആ സ്പേസ് കിട്ടി, അതിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി അതെ. വലിയൊരു വിജയത്തിലേക്ക് എത്തിച്ചേർന്നു. അപ്പം സഹകാരിക്കും ഒരു അഭിമാന നിമിഷമാണ്. ഇത്ര മികച്ചൊരു റാങ്ക് നമ്മുടെ ഒരു കുട്ടിക്ക് കിട്ടുക എന്ന് പറയുന്നതിന് നമുക്ക് വലിയൊരു അഭിമാന നിമിഷമാണ്. കൺഗ്രാജുലേഷൻ. ഇനിയും ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.